ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഡെൻ ടീമിനെ ഇന്റർവ്യൂ ചെയ്തു പൂജ. ആ സമയത്ത് നമ്മുടെ ജിൻഡോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ക്യാപ്റ്റന് ബിഗ് ബോസും പവർ ടീമും ഒരു വിലയും കൊടുക്കുന്നില്ല എന്നൊരു പോയിന്റ് എടുത്തു പറഞ്ഞു. അത് തകർത്ത് കേട്ടോ. ജാസ്മിന് നല്ല വിഷമമുണ്ട്, ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ട്. പുള്ളി കാണാപ്പാടം പഠിച്ചത് പുള്ളി പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പൂജ നമ്മുടെ സായിക്കിട്ടൊരു കൊട്ടു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക്. പുറത്തെ ഒരു വാക്ചാതുര്യം അകത്ത് കാണുന്നില്ലല്ലോ സായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉടനെ സായി പുറത്ത് കാറിലിരുന്ന് പറയുമ്പോൾ സീക്രട്ട് ഏജന്റ് ഇപ്പൊ സായി കൃഷ്ണ. അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാരണം കുറച്ച് മുടി നരപ്പിച്ച് താടി പഠിച്ചാലൊന്നും ആള് വേറെ ആവില്ല. അങ്ങനെ പേഴ്സണാലിറ്റി സ്വിച്ച് ചെയ്യാൻ കഴിവുള്ളവരെ എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന സായിയെ പോലെ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു യൂട്യൂബർ ഇൻഡയറക്ട്ലി നമ്മളെപ്പോലുള്ളവരെയും ഡബിൾ പേഴ്സണാലിറ്റി ഉള്ളവരാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട്. അങ്ങനെ എനിക്ക് തോന്നി സായി ഇത് പറയുന്നത് കേട്ടപ്പോൾ. അത് റോങ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ ഒരു ഐഡന്റിറ്റിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവരെയാണ് ഞാൻ ഏറ്റവും ക്വാളിറ്റി ഉള്ളവരായിട്ട് കാണുന്നത്. അതിപ്പോ ബിഗ് ബോസിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും. അല്ലാതെ രൂപം മാറ്റിയാൽ ആള് മാറും എന്നൊരു കാര്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഡെൻ ടീം കുറെ ഉഴപ്പിയാണ് ഈ ഒരു ടാസ്ക് ചെയ്തത്. ഒരേ സമയം സംസാരിക്കുക, ഇന്ററപ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നോറയൊക്കെ ഭയങ്കരമായിട്ട് ഇന്ററപ്റ്റ് ചെയ്തു. ഈ ഒരു ടാസ്ക് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു റൗണ്ട് അത്ര കൊള്ളാവുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല, ഡെൻ ടീമിനെ ഇന്റർവ്യൂ ചെയ്ത റൗണ്ട്. എന്തായാലും പൂജയ്ക്ക് കൊടുത്ത ടാസ്ക് നല്ല ഭംഗിയായിട്ട് വെടിപ്പായിട്ട് തന്നെ പൂജ ചെയ്തു. നല്ല ചോദ്യങ്ങൾ ചോദിച്ച് ഓരോരുത്തരുടെ ഗെയിമിനെ എക്സ്പോസ് ചെയ്തു, ചിലരെ കൺഫ്യൂസ് ചെയ്തു. അങ്ങനെ എല്ലാ രീതിയിലും പൂജ നല്ല തകർത്ത് വാരി ഒരു ടാസ്ക്. ആ രീതിയിൽ ഈ ടാസ്കിൽ ഏറ്റവും സ്കോർ ചെയ്തത് പൂജ തന്നെയാണ്. അപ്പൊ അതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയുടെ അപ്ഡേറ്റുകൾ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.